അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ ട്രേഡ്സുകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഗോൾഡിൽ തന്നെ നോക്കാം. ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ ഈ വീക്ക് തുടങ്ങിയിട്ട് ശരിക്കും ഒരു നമ്മുടെ സെക്ഷൻ്റെ ലോയൊന്നും അങ്ങനെ എടുത്തില്ല. ലോയൊന്നും എടുക്കാതെ ഒരു ഇന്റേണൽ 50 മിനിറ്റിൽ ഇന്റേണൽ സ്ട്രക്ചറിലാണ് പോയത്. പ്രൈസ് നല്ല ബുള്ളിഷാണ്. എന്നാൽ നമ്മൾ ഫസ്റ്റ് മൺഡേ നോക്കിക്കഴിയുമ്പോൾ 3 വീക്കും 3 സെക്ഷനും നല്ല രീതിയിൽ ബിയറിഷിൽ പോയി. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കി, ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴും പലപ്പോഴും നമുക്കൊരു സ്ഥലം കിട്ടി. ഇവിടെയൊക്കെ ചെറിയൊരു മൂവ്മെന്റ് കിട്ടി, പ്രീവിയസ് ഹൈ ഒക്കെ എടുത്തു. പക്ഷെ പിന്നെ പ്രൈസ് എന്ത് ചെയ്ത് ആ ഒരു പ്രീവിയസ് ഹൈ ഇവിടെ വന്നു, വീണ്ടും നെക്സ്റ്റ് പ്രൈസ് ഒന്ന് മൂവ് ചെയ്തു. നമ്മൾ പറഞ്ഞത് വലിയ ഏറ്റവും എക്സ്ട്രീം നമ്മുടെ ടാർജറ്റ് നോക്കി നിൽക്കാതെ ചെറിയ ചെറിയ ടാർജറ്റ് വെക്കണം. പക്ഷെ എന്നാലും നല്ലൊരു സെറ്റപ്പിൽ മൺഡേ കിട്ടിയില്ല. മൺഡേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പലപ്പോഴും ശ്രദ്ധിക്കണം. മൺഡേ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് പോകാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൺഡേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. മൺഡേ ആ ഒരു ന്യൂയോർക്ക് സെക്ഷൻ കഴിയണ സമയത്ത് പ്രൈസ് വന്ന് ഇതിൽ മിറ്റിഗേറ്റ് ചെയ്തു. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു 5 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു നമ്മളുടെ ബ്രേക്ക് ഈവൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇതിങ്ങനെ വെറുതെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ബ്രേക്ക് ഈവൻ അടിച്ചിട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബ്രേക്ക് ഈവൻ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഹോൾഡ് ചെയ്ത ആളുകൾ എൻ്റെ അടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വട്ടം പല ആൾക്കാർ എന്നോട് ചോദിച്ച് ഹോൾഡ് ചെയ്യണം. അപ്പം ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യും. 3 സെക്ഷനും ബിയറിഷ് ആയതുകൊണ്ട് ചിലപ്പോൾ നാളെ പ്രൈസ് ബുള്ളിഷ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മൺഡേ ട്യൂസ്ഡേ പ്രൈസ് ഓപ്പൺ ചെയ്ത ആ സമയത്ത് തന്നെ പ്രൈസ് എന്ത് ചെയ്ത് നല്ല രീതിയിലൊന്ന് ബുള്ളിഷായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു പ്രൈസ് ഫസ്റ്റ് മൂവ് ചെയ്ത ഇവിടെ ഒരു ഇന്റേണൽ ഐഡിയം എടുത്തു. പ്രൈസ് വളരെ ചെറിയ ടാർജറ്റ്. എവിടെ മുതലാണ് പ്രൈസ് ആ ബിഹേവിയർ കാണിച്ചു തുടങ്ങിയിരിക്കണം നോക്കിയേ. പ്രൈസ് ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് ആ ഒരു ഇവിടെ ഇതെല്ലാം ഇൻസൈഡ് ക്യാൻഡിലാണ്. ഈ ഒരു ഐഡിയം എടുത്തു, പ്രൈസ് മൂവ് ചെയ്തു, പ്രീവിയസ് ഹൈ ടാർജറ്റ് അടിച്ചു. ജസ്റ്റ് പിന്നീട് പ്രൈസ് ഇങ്ങനെ ഉണ്ടാക്കി. ഇവിടെ നിന്ന് ഐഡിയം ഒന്നും എടുത്തില്ല. പ്രൈസ് പിന്നീട് ഹൈ ഉണ്ടാക്കി, ഐഡിയം എടുത്തു, എക്സ്ട്രീമിൽ വന്നു. ആ ഒരു നമ്മൾ ഈ ലോ എടുക്കണമെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. വീണ്ടും പ്രൈസ് ഹൈ ഉണ്ടാക്കി. ഇത് ഇവിടെ നിന്ന് ട്യൂസ്ഡേ തുടങ്ങി വെച്ച അതേ സെറ്റപ്പിൽ തന്നെയാണ് പിന്നെ പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി, ഇന്റേണൽ ഐഡിയം എടുത്തു, പ്രൈസ് മൂവ് ചെയ്തു. വീണ്ടും പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കി, ഇന്റേണൽ ഐഡിയം ഇതാണ്, ഇവിടെ എടുത്തില്ല. വീണ്ടും നെക്സ്റ്റ് ഐഡിയം ഇതാണ്, അവിടെ പ്രൈസ് വന്നില്ല. പ്രൈസ് സ്റ്റിൽ നല്ല ബുള്ളിഷിൽ തന്നെയാണ് പോകുന്നത്. വീണ്ടും ബോഡി ബ്രേക്കാണ് ചെയ്യണം. നിങ്ങൾ ഇവിടെയൊക്കെ നോക്കണമെങ്കിൽ ഇന്റേണൽ ഐഡിയം എടുത്ത് അതിന്റെ ടാർജറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബോഡി ബ്രേക്ക് തന്നെയാണ് പ്രൈസ് തന്നിരിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് ബുള്ളിഷാണ്. ആ 50 മിനിറ്റിന്റെ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നു കഴിയുമ്പോൾ സെല്ല് ചെയ്യാൻ പറയുന്നത്. ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ വരുമ്പോൾ സെല്ല് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും പ്രൈസ് ഇവിടെ വന്നു, ഹൈ ഉണ്ടാക്കി. ഇവിടെയൊക്കെ പ്രൈസ് ഇവിടെയായിരുന്നു ഐഡിയം. ആ ഐഡിയം എടുത്തില്ല, പ്രൈസ് ഈ ഹൈ ഉണ്ടാക്കി. നെക്സ്റ്റ് നമ്മുടെ ഏഷ്യൻ സെക്ഷൻ എന്താണോ കാണിച്ചത് അതേപോലെ തന്നെ തൊട്ട് മുമ്പത്തെ ദിവസം ചെയ്തതുപോലെ ഏഷ്യൻ സെക്ഷൻ ഇങ്ങനെ ബുള്ളിഷിൽ വന്നിട്ട് ഇത് ഏഷ്യൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് താഴേക്ക് വന്നെങ്കിൽ ഏഷ്യൻ സെക്ഷനിൽ തന്നെ പ്രൈസ് താഴേക്ക് വന്ന് ആ ഇന്ത്യനുള്ള ഐഡിയം എടുത്ത് പ്രൈസ് മൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സെറ്റപ്പ് നമുക്ക് ഇവിടുന്ന് നമ്മളുടെ സിംഗിൾ ക്യാൻഡിൽ നോക്കുന്നത് പോലെ തന്നെ അതേ സെറ്റപ്പിൽ തന്നെ നമുക്ക് ഇവിടെ സിംഗിൾ ക്യാൻഡിൽ നോക്കാം. ഇവിടെ 5 മിനിറ്റ് പോയി സിംഗിൾ ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ 50 മിനിറ്റിൽ തന്നെ സിംഗിൾ ക്യാൻഡിൽ കാണുന്നുണ്ട്. കണ്ടോ, ഐഡിയം എടുത്തു സിംഗിൾ ക്യാൻഡിൽ. നമുക്ക് ഈ ഹൈയെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 1:3 ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പ്രൈസ് അതിനുശേഷം പ്രൈസ് അതിന്റെ തലേ ദിവസം ലണ്ടനിൽ എന്താ ചെയ്തത്, വീണ്ടും ലണ്ടനിൽ ഒരു പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് ന്യൂയോർക്കിൽ വന്ന് അതിന്റെ ഐഡിയം എടുത്തു. അത് തന്നെ പ്രൈസ് ലണ്ടനിൽ ഒരു ഹൈ ഉണ്ടാക്കി, അതിനുശേഷം പ്രൈസ് താഴേക്ക് വന്നു, ലണ്ടനിൽ തന്നെ പ്രൈസ് താഴേക്ക് വന്നു, ന്യൂയോർക്കിൽ വന്നിട്ട് എന്ത് ചെയ്തു, ആ ഐഡിയം എടുത്തു, അവിടെ നിന്ന് പ്രൈസ് കയറി ഈ ഹൈ എടുത്തു. വീണ്ടും പ്രൈസ് ഈ ഹൈയിൽ നിന്ന് ഈ ഐഡിയം എടുത്ത് വീണ്ടും കയറി. കണ്ടോ, അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കൺഫർമേഷൻ കിട്ടും. ചെറിയ ചെറിയ ടാർജറ്റുകളാണെങ്കിൽ നല്ല പ്രോഫിറ്റിൽ പോകായിരുന്നു. പ്രൈസ് ബുള്ളിഷാണെന്ന് ഞാൻ അലമുറയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബുള്ളിഷിലേക്ക് പോകുന്ന ഏതൊരു സെറ്റപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഡേ ട്രേഡാണ് ഇതെല്ലാം കാണുന്നത്. ഞാൻ നല്ലൊരു സിങ് ട്രേഡിന്റെ എടുക്കണ മൂഡിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിങ് ട്രേഡുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ എടുത്ത പല അക്കൗണ്ടുകളിൽ നിന്നും പ്രോഫിറ്റ് കിട്ടിയില്ല. നമ്മുടെ ട്രൂ ഫോറക്സ് ഫണ്ട് പൂട്ടിപ്പോയി. ഏകദേശം ഒരു $6.5K അവർ തരാനുണ്ടായിരുന്നു. പലവട്ടമായിട്ട് നമ്മൾ മെയിൽ ചെയ്തു, പക്ഷെ നിർത്തി. പക്ഷെ എന്നെ സംബന്ധിച്ച് 2 വർഷത്തോളം ഏകദേശം ഒരു ആദ്യം ഒരു അക്കൗണ്ട് തുടങ്ങി, 90 ഡേയ്സ് കഴിഞ്ഞ് അടുത്ത അക്കൗണ്ട്, അങ്ങനെ ഏകദേശം ഒരു 4-5-6ഓളം അക്കൗണ്ട്. ഞാനൊരു $10,000 അക്കൗണ്ടിന് മാത്രമേ ട്രൂ ഫോറക്സ് ഫണ്ട് ഞാൻ മുടക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് പ്രമോട്ട് ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ കറക്റ്റായിട്ട് അവർ പറയുന്ന രീതിയിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് തന്ന അക്കൗണ്ടാണ്. 100K അക്കൗണ്ട് വരെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങനെ തന്ന അക്കൗണ്ടാണ്. പിന്നെ
ഫസ്റ്റ് എൻ്റെ $89 ആയിട്ട് ഞാൻ അവരെ മുടക്കി. ഇന്നേ വരെ നമുക്ക് വേറെ ഒന്നും മുടക്കേണ്ടി വന്നു. കിട്ടിയതെല്ലാം ലാഭം, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 100K ഡോളറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനും, നമുക്ക് $1 പോലും ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. ഫോറക്സ് പഠിച്ച സമയത്ത് ഒരു പോലും നമ്മുടെ കയ്യിലില്ലാത്ത സമയത്ത് ഒരു 89-ൽ 10K അക്കൗണ്ട് വന്നു. എല്ലാ മാസവും ഒരു 50,000 1,00,000 പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് ഇതാണ്. അതാണ് ഞാൻ ഇതിനെ ഒരിക്കലും കുറ്റം പറയാനില്ല. ഇനിയും ഡെവലപ്പ് ആവും, ഇനി ഒരുപാട് കമ്പനികൾ വരും, നല്ല നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുമ്പോൾ അത് അടിപൊളിയാവും. നമ്മൾ അതിന്റെ പോസിറ്റീവ് മാത്രം നോക്കിയാൽ, നെഗറ്റീവ് നോക്കുന്ന ആൾക്കാർക്ക് എന്നും നെഗറ്റീവ് മാത്രം കാണാനായിരിക്കും ഇഷ്ടം. അവരുടെ ലൈഫിൽ പോലും ഒരിക്കലും പോസിറ്റീവ് ഉണ്ടായാലും. അപ്പോൾ എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. പ്രൈസ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കണേണ് ഇന്റേണൽ എടുത്തെടുത്ത്. ഞാൻ ഇവിടെ നിന്ന് കഴിയുമ്പോഴാണ് സെല്ല് എടുക്കാൻ പറഞ്ഞത്. പല ആൾക്കാരും ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്തു. ഫസ്റ്റ് ഈ മൂവ്മെന്റ് തന്നെ എടുത്തു. പല ആൾക്കാരും നല്ല നല്ല പ്രോഫിറ്റ് എടുത്ത് കാണിച്ചു തന്നു. പലർക്കും വിഡ്രോവൽ ഉണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു. മൈ ഫണ്ട് എഫെക്സിലും അതേപോലെ ഫണ്ട് നെക്സ്റ്റിലൊക്കെ നല്ല രീതിയിൽ വിഡ്രോവലൊക്കെ എടുത്ത ആൾക്കാരുണ്ട്. വളരെയധികം സന്തോഷം. എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, എബ്രോഡൊക്കെ സ്റ്റഡി ഈ വിസക്ക് പോയിട്ട് അവിടെ ജോലിയും പഠനമൊക്കെ നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടായാലും വളരെയധികം സന്തോഷം. എല്ലാം മലയാളികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഒരു ലോങ് ടൈം ട്രേഡ് എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് ഒരു ടാർഗറ്റ് ഇത് എടുത്തു കഴിഞ്ഞു. ഈ മൂവ്മെന്റിൽ ഞാൻ എടുത്തില്ല. ഈ ഒരു ലോ എടുത്ത സമയത്താണ് എനിക്ക് ടാർഗറ്റ് കിട്ടിയതേ ഉള്ളൂ. ഏകദേശം നമുക്കൊരു ഒരു ലോട്ടിൽ ഏകദേശം ഒരു 10-800, ഏകദേശം ഒരു 1000 പിപ്പ് വരെ പ്രൈസ് മൂവ് ചെയ്തു. നല്ലൊരു മൂവ്മെന്റ്, നല്ലൊരു പ്രോഫിറ്റ്. ഈ ആഴ്ച വേറെ ഗോൾഡിൽ ട്രേഡ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആകെ ഗോൾഡിൽ എടുത്ത ഈ ഒരു ട്രേഡ്, ആ ചെറിയ ചെറിയ ട്രേഡുകളൊന്നും എടുത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരോ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു, ആ അക്കൗണ്ടുകളൊക്കെ ഇപ്പൊ കുറവാകെ മൈ ഫണ്ട് എഫക്സിന്റെ ഫണ്ടർ നെക്സ്റ്റിന്റെയും അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. വലിയ അക്കൗണ്ടുകളൊന്നും ഇല്ല. ദി ഫണ്ടർ ട്രേഡർ നിർത്തിയതോടെ വലിയ അക്കൗണ്ടുകളൊക്കെ മാറി. ഇനിയിപ്പോൾ വലിയ അക്കൗണ്ടുകളൊക്കെ എടുക്കണം. നമ്മളെ റിയൽ അക്കൗണ്ട് ബിൽഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നല്ല രീതിയിൽ റിയൽ അക്കൗണ്ട് ബിൽഡ് ആവുന്നുണ്ട്. അടിപൊളിയായിട്ട് സിങ് ട്രേഡ് ചെയ്യാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടുകളിൽ നമുക്ക് സിങ് ട്രേഡ് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ സിങ് ട്രേഡും അതേപോലെ നല്ല ഡേ ട്രേഡിങ്ങും നല്ല റിസ്ക് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യാനുള്ള സമയമായി. എന്താ വെച്ചാൽ അതേപോലത്തെ എക്സ്പീരിയൻസ് ആയി. വലിയ റിസ്ക് ഒക്കെ വെച്ച് വലിയ വലിയ പ്രോഫിറ്റുകൾ കാണേണ്ട സമയം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ബിൽഡപ്പ് ആകാൻ വേണ്ടി റിയൽ അക്കൗണ്ട് മെയിൻ ആയിട്ട് നോക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഇത് എവിടെ എടുത്തെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 50 മിനിറ്റ്, നമുക്ക് 1 മിനിറ്റിൽ പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ 1 മിനിറ്റിൽ പോകുന്നത് ആണ്. 50 മിനിറ്റിൽ നമ്മൾ 1 മിനിറ്റിൽ ട്രേഡ് എടുത്തിട്ട് തന്നെ കുറേ നാളായി. എന്തായാലും നമുക്ക് നോക്കാം 1 മിനിറ്റിൽ ചോക്ക് വിത്ത് ഐഡിയോ ഫ്ലിപ്പ് വിത്ത് ഐഡിയോ എന്താണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം. നമുക്ക് 1 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നേഷനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ രാവിലെ നിൽക്കുമ്പോൾ ഏകദേശം ഈ മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞു പോയിട്ടോ, എനിക്ക് അതിൽ കിട്ടിയില്ല. അതിന് ശേഷം കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഒരു ചോക്ക് ഉണ്ട്, നല്ലൊരു ചോക്കാണ്, ഫ്ലിപ്പ് ഒന്നും അല്ല, ചോക്കാണ്. ഇവിടെ ചോക്ക് തന്നിട്ടുണ്ട്, പ്രൈസ് ഐഡിയും തന്നിട്ടുണ്ട്, എക്സ്ട്രീമിൽ പ്രൈസ് വന്നിട്ടുണ്ട്. ഇതിന്റെ മേളിൽ തന്നെ വെക്കുക. അവിടെ നിന്ന് പ്രൈസ് ജസ്റ്റ് ഇറങ്ങിപ്പോയി. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ചോക്ക് വിത്ത് ഐഡിയം വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ നമുക്ക് സിംഗിൾ ക്യാൻഡിലിന്റെ തന്നിട്ടുണ്ടെങ്കിൽ സിംഗിൾ ക്യാൻഡിലിന്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് വന്നെങ്കിൽ ശ്രദ്ധിക്കണം. മനസ്സിലായി? ഇവിടെ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് തന്നെ തന്നു, ബോഡി ബ്രേക്കാ തന്നിരിക്കുന്നത് അല്ലേ, ബോഡി ബ്രേക്കാ തന്നിരിക്കുന്ന 5 മിനിറ്റ് വെക്കുമ്പോൾ ബോഡി ബ്രേക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് നേരെ താഴേക്ക് പോയി പ്രീവിയസ് ലോ ഹിറ്റ് ചെയ്തിട്ടാണ് ഈ സിംഗിൾ ക്യാൻഡിലൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ആ ലോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നും കൂടി അടുത്തൊരു സിംഗിൾ ക്യാൻഡിൽ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീണ്ടും ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കിയിട്ട് വേണം ട്രേഡിന് കയറാനായിട്ട്. എന്താ വെച്ചാൽ പ്രീവിയസ് സ്റ്റോക്ക് വിത്ത് ഐഡിയ 1 മിനിറ്റിലേക്ക് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം അല്ലേ. ഇപ്പം എന്ത് സംഭവിച്ചു, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വന്നു. നമ്മൾക്ക് വീണ്ടും നെക്സ്റ്റ് നമ്മൾ സിംഗിൾ ക്യാൻഡിൽ നോക്കണമെങ്കിൽ 5 മിനിറ്റ് നോക്കണമെങ്കിൽ എവിടെ നോക്കും, ഇവിടെ നോക്കും. വളരെ വളരെ സേഫ് ആയിട്ടുള്ള എൻട്രിയാണ്. 1 മിനിറ്റിനേക്കാളും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പാണിത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കയറി അല്ലേ, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി കയറി, നമുക്ക് കൺഫേം ആയി, പ്രൈസ് നേരെ താഴേക്കും. നമുക്ക് നല്ലൊരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ പ്രൈസ് 1 അവർ മുതൽ 4 അവർ ഡേ എല്ലാം ബുള്ളിഷാണ്. അപ്പോൾ 50 മിനിറ്റിൽ മാത്രമേ പ്രൈസ് ബിയറിഷ് ഉള്ളൂ. എന്നാലും ഞാനൊരു 10-800, ഏകദേശം ഒരു 1000 പിപ്പിന്റെ മൂവ്മെന്റ് ഫസ്റ്റ് പ്രോഫിറ്റ് എടുത്തു. ഇനി ബ്രേക്ക് ഇവൻ അടിക്കണമെങ്കിൽ ബ്രേക്ക് ഇവൻ അടിക്കണം. മിക്കവാറും ചിലപ്പോൾ പ്രൈസ് ബുള്ളിഷിൽ കയറി വന്ന ബ്രേക്ക് ഇവൻ അടിച്ചിട്ട് പ്രൈസ് താഴേക്ക് പോകാം. ഇന്ന് ഫ്രൈഡേ ആണ്, ഇനി വേറെ ട്രേഡ് ഒന്നും നോക്കുന്നില്ല. നല്ല ആഴ്ചകളായിരുന്നു. കഴിഞ്ഞ ആഴ്ച, അതിന്റെ മുമ്പത്തെ ആഴ്ച എടുത്ത ട്രേഡുകൾ പ്രോഫിറ്റും കിട്ടി, ബ്രേക്ക് ഇവൻ അടിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് നമുക്ക് നോക്കാം. പിന്നെ 50 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ 5 മിനിറ്റിന്റെ വേറൊരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എടുക്കാൻ പറ്റിയത് ഇച്ചിരി ലേറ്റ് ആയിട്ടായിരുന്നു. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പോഴാണ് എത്തിയത്, കൊച്ചിനുമായിട്ട് പോയിട്ട്.
അപ്പോൾ അതിൻ്റെതായതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അടക്കാൻ പറ്റില്ല. പക്ഷേ സിമ്പിൾ സെറ്റപ്പിലാണ് ഇവിടെ വന്നു പോയത്. ആ 50 മിനിറ്റിൻ്റെ ഹോബിയിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ട്രാപ്പോ ഒന്നും ഇല്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പ്രൈസ് ബുള്ളിഷാണ്, ഓക്കെ. പക്ഷേ ബിയറിഷിലേക്ക് ഒരു 1000 പിപ്പ് എടുക്കാനായിട്ട് സുഖമായിരുന്നില്ലേ? വേറെ ട്രാപ്പുകളൊന്നും കിട്ടില്ല. അപ്പോൾ ട്രാപ്പുകൾ കിട്ടാത്ത ഒരു കൗണ്ടർ ട്രേഡാണ് പറഞ്ഞു തന്നത് പരമാവധി. ഗോൾഡിലാകുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്, അതുകൊണ്ടാണ് ഗോൾഡിൽ പരമാവധി സിമ്പിളായിട്ടുള്ള ട്രേഡുകളൊക്കെ പരമാവധി നല്ല റിയാക്ഷൻ കിട്ടുന്ന ട്രേഡുകളെ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഒരു 50 മിനിറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചോക്ക് ഉണ്ട്, നമുക്ക് ഇവിടെ ഫ്ലിപ്പ് ഉണ്ട്. പക്ഷെ അത് ഫ്ലിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഓർഡർ ബ്ലോക്ക് നേരെ വന്ന് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. നമ്മൾ 1 മിനിറ്റ് ചെന്ന് കഴിഞ്ഞാൽ നേരെ ബ്രേക്ക് ആയിരുന്നു കണ്ടത്. അപ്പോൾ നമുക്കത് ഫ്ലിപ്പ് എന്ന് പറയാൻ പറ്റില്ല. 5 മിനിറ്റിന് ചോക്ക്. 5 മിനിറ്റിൽ നമ്മൾ സാധാരണ 1 മിനിറ്റിൻ്റെ എടുക്കാറില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ഇച്ചിരി കൂടി എത്രത്തോളം ഹൈ ടൈം ഫ്രെയിമിൽ പോയി എടുക്കുന്നു അത്രത്തോളം ബെറ്റർ ആണ്. നമുക്ക് ചോക്ക് ഉണ്ട്. നമുക്ക് എന്താണ് വിത്തൗട്ട് IDMലാണ് പ്രൈസ് പ്രീവിയസ് ഹൈ എന്നുള്ള രീതിയിൽ ഇത് വേണം കാണാം. ചെറിയൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ, പ്രീവിയസ് ഹൈ എന്നുള്ള രീതിയിൽ കാണാം. അതെടുത്ത് വയസ്സ് താഴേക്ക് പോയി. നമുക്ക് ഇനി ഒരു IDM എടുക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഈ ഒരു ലോ ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഇവിടെ IDM എടുത്തു. ഈ ലോ ഉണ്ടാക്കിക്കണം ബോഡി ബ്രേക്ക് അല്ല, വിക്ക് ബ്രേക്കാണ്. അപ്പോൾ ഈ ഹൈ പോയി എടുത്തു, പ്രൈസ് താഴേക്ക് വന്നു. ഈ വിക്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് എന്ത് ചെയ്തു, വീണ്ടും ഫുൾ ബാക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ ബോഡി ബ്രേക്ക് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന സിംഗിൾ ക്യാൻഡിൽ വലിയ പവർഫുൾ ആകാൻ സാധ്യതയില്ല. പ്രൈസ് ഏകദേശം അതിനുശേഷം പ്രൈസ് അപ്പോൾ ഒന്നും കൂടി വന്നിട്ട് അടുത്തൊരു IDM കൂടി എടുക്കാനുള്ള സാധ്യതയുണ്ട്. തൊട്ട് മേളിലുള്ള ഒരു ലിക്വിഡിറ്റിയും കൂടി എടുക്കാം. ഈ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് ലിക്വിഡിറ്റി എടുത്ത് ഇവിടെ നമുക്ക് വേറെ ബോഡി ബ്രേക്ക് ഒന്നും കാണുന്നില്ല. പ്രൈസ് നേരെ പോകുന്നു, ബോഡി ബ്രേക്ക് ഇല്ല. പിന്നെ ഇവിടെ വന്ന് പ്രൈസ് നല്ലൊരു ഹൈ ഉണ്ടാക്കി. അപ്പോൾ നമ്മളിവിടെ ഇതൊരു ഇൻസൈഡ് ക്യാൻഡിൽസ് ആണെങ്കിൽ, ഇവിടെ ഇൻസൈഡ് ക്യാൻഡിൽസ് അല്ല അല്ലേ, 50 മിനിറ്റിലാണ് ഇൻസൈഡ് ക്യാൻഡിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏകദേശമുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ എക്സ്ട്രീം വരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ വരാൻ സാധ്യതയില്ല. പലപ്പോഴും വരക്കുന്നത് എന്താ വെച്ചാൽ ഇനി ഭയങ്കര കണ്ടിന്യൂഷനാണ്. എക്സ്ട്രീമിൽ വരാനുള്ള സാധ്യത 50-50 ആണ്. 50-50ക്ക് നമ്മൾ വെക്കരുത്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഈ വിക്ക് ബ്രേക്ക് പ്രൈസ് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ കൊണ്ട് പിടിച്ചില്ല. പ്രൈസ് വീണ്ടും വന്ന് ഇവിടെ നിന്ന് നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ തന്നു. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റിൽ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഇതിൽ ഞാൻ ഏകദേശം എൻട്രി എടുത്ത ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. ഈ ഒരു പൊസിഷനിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിലാണ് എടുത്തത്, അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആർക്കും ഒന്നും അടക്കാനൊന്നും പറ്റാഞ്ഞത്, സോറി. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് ഏകദേശം 93 ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 83 വരെ മൂവ് ചെയ്തപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ഞാൻ ആ പ്രോഫിറ്റ് എടുത്ത് മാറി ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ജസ്റ്റ് ഹോൾഡിങ് നിൽക്കുന്നുണ്ട്. നോക്കിക്കഴിയുമ്പോൾ കൂടുതൽ ഇവിടെ വീക്ക് ബ്രേക്കുകൾ, ഇവിടെ ഒരു ബോഡി ബ്രേക്ക് നടന്നിട്ടുണ്ട്, ഇവിടെ ബോഡി ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഏകദേശം ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനും നമ്മൾ ലോക്ക് ചെയ്തു. ഇപ്പോൾ 2 എൻട്രിയാണ്, ഇവിടെ എൻട്രി ഉണ്ട്, സെക്കൻഡ് എൻട്രി നമുക്ക് ഇവിടെ ഉണ്ട്. 50 മിനിറ്റിലേക്ക് നോക്കാം. 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും 50 മിനിറ്റിൽ സ്ട്രക്ചർ ബുള്ളിഷിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. ബുള്ളിഷിലേക്ക് മാറി ബിയറിഷ് ലോബിയിലാണ് പ്രൈസ് നിൽക്കുന്നത്. 50 മിനിറ്റിൽ പ്രൈസ് ഇവിടെ ഒരു IDM ഉണ്ട് അല്ലേ. 50 മിനിറ്റിൽ ഒരു IDM ഉണ്ട്. പിന്നെ 50 മിനിറ്റിൽ ഒരു OB എന്ന് പറഞ്ഞാൽ ഡിസിഷൻ OB എന്ന് പറയാനായിട്ട് ഇവിടെ ഒരു വിക്ക് OB ആയിട്ടുള്ളത് അല്ലേ. വേറെ OBകളൊന്നുമില്ല. പിന്നെയുള്ള OB ഇവിടെയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ 50 മിനിറ്റിൻ്റെ ഇവിടെ ഞാൻ ഏകദേശം എൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരാം. ചിലപ്പോൾ ഇന്നോ നാളെയോ കൊണ്ടുവരാം. ഇന്ന് എന്തായാലും ഫ്രൈഡേ ആയതുകൊണ്ട് വരാൻ സാധ്യതയില്ല. ഇനിയും ചിലപ്പോൾ അടുത്ത ഒരു ആഴ്ച ചിലപ്പോൾ ഒരു BH അല്ല പുൾ ബാക്ക് എടുക്കണമെങ്കിൽ വരാം. പക്ഷെ അതും പറഞ്ഞ് ഈ ഒരു ട്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ സെല്ലിലേക്ക്. ഇനി സെല്ലിലേക്കുള്ള ഒരു ട്രേഡ് ഇല്ല, മനസ്സിലായോ? അതായത് ഇനി പ്രൈസ് ഇങ്ങോട്ട് വരികയാണെന്നില്ല, ഏകദേശം ഇവിടെ എത്തിക്കഴിയുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു സെല്ല് എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി എല്ലാ സെല്ല് നോക്കരുത്, ഒരിക്കലും നോക്കരുത്. നമ്മൾ ആകെ ഒരു സെല്ല് ഞാൻ പറഞ്ഞ ഇവിടെയാണ്. അപ്പോൾ അത് സെല്ല് പറഞ്ഞ് ഇത് നോക്കി നിന്ന ആൾക്കാർക്ക് നല്ല ട്രേഡ് കിട്ടി. പക്ഷെ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എൻട്രികളും എടുക്കാം, മനസ്സിലായോ? ഞാൻ ഒരുപാട് ട്രേഡുകൾ എടുത്തവരെന്ന് വെച്ചാൽ ട്രൂ ഫോറക്സ് ഫണ്ടിൻ്റെ അക്കൗണ്ടിലായിരുന്നു, അവർ നിർത്തിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് അത് ഷോ ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പല അക്കൗണ്ടുകളിൽ കിട്ടിയ പ്രോഫിറ്റ് ഇപ്പോൾ ചെറിയ ചെറിയ അക്കൗണ്ടുകളിലൊക്കെ ഇട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വലിയൊരു ലാർജ് സ്കെയിൽ അക്കൗണ്ടുകളിലേക്ക് വരുന്നു. IC മാർക്കറ്റിൻ്റെയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തു നല്ല ബ്രോക്കറെയൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന FXTM ആണ്. FXTMൻ്റെ നല്ല സപ്പോർട്ടും ലോക്കൽ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഔട്ട്സൈഡ് ഉള്ളവർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ FXTMൻ്റെ ടീം ഞാൻ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് കൊണ്ട് അവർ സപ്പോർട്ട് തരാൻ തയ്യാറാണ്. അപ്പോൾ ഈ ഇത്രയും ട്രേഡുകളാണ് നമ്മളുടെ XAUSDയിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബൈ വേണമെങ്കിൽ നോക്കാം. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആയി കഴിഞ്ഞ് ഏഷ്യനും ലണ്ടനും കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ പോയി ട്രേഡ് എടുക്കണ്ട. ഓൾറെഡി ഫ്രൈഡേ ആയി. ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഫാർ ബെറ്റർ. ഇനി
വൺ ഡേ ആയി ശേഷം ബുള്ളിഷിലേക്ക് ഏതെങ്കിലും സ്ട്രക്ചറിൽ ട്രേഡ് തന്നെയെങ്കിലും എടുക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ട്രേഡ് ആയിരുന്നു. രാവിലെ ട്രേഡ് എടുത്ത ഒരു 1000 ഇപ്പോൾ സുഖമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലായിരുന്നു ഗോൾഡ് പോയത്. വേറെ ട്രാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആകെ ഒരു സെല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ബാക്കിയെല്ലാം ബൈയിലെടുത്ത ഇഷ്ടംപോലെ മിടുക്കന്മാരുണ്ട്. ഇന്ത്യൻ സ്ട്രക്ചറിന്റെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ആൾക്കാരും നല്ല മാസം നല്ല ആഴ്ചയായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തിനേക്കാളും ബെറ്റർ ആഴ്ചയായിരുന്നു ഈ ആഴ്ച. അപ്പൊ നമ്മളെ കാണിച്ചു തരുന്നു ഓരോ ആഴ്ചയും. കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച പോയത് ഇങ്ങനെയാണ്, ബുധനാഴ്ച പോയത് അതേപോലെ തന്നെ ചൊവ്വ ബുധൻ വ്യാഴം എന്നുള്ള രീതി 3 ദിവസവും മൂവ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന 3 ദിവസമാണ് ചൊവ്വ ബുധൻ വ്യാഴം. അത് അടിപൊളിയായിട്ട് ഗോൾഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് GBP/USD നമുക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ GBP/USD 4 ഹവറിൽ പോകാം. നമ്മൾ ഇച്ചിരിയിട്ട് വിഷമിപ്പിച്ച ഒരു OB ആയിരുന്നു. പക്ഷെ ഇത് വീണ്ടും വിക് ബ്രേക്ക് നടത്തി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ കോഴ്സ് പഠിച്ചവർക്ക് അറിയാം, പിന്നെ നമുക്കൊരു കണ്ടിന്യൂഷൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ 50% എബോ പോകണം എന്നും ഒരു ഇന്റേണൽ ഐഡിയയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയി എടുക്കാം. ഞാൻ ഇവിടെ പോയി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ 50 മിനിറ്റിൽ എടുക്കാം. 50 മിനിറ്റിലൊക്കെ നമ്മൾ അവിടെ പോയി എടുത്തു കഴിയുമ്പോഴത്തേക്ക് നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ന്യൂസോ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു നല്ല ഒരു ക്യാൻഡിലാണ് പ്രൈസ് താഴേക്ക് വരുന്നത്. അപ്പോൾ 50 മിനിറ്റിലൊക്കെ പോയിട്ട് ഇവിടെ ഇനി നോക്കി നിൽക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഈ ഒരു ക്യാൻഡിൽ വന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ നിന്ന് വന്ന് ഒരു ഫ്ലിപ്പ് വിത്ത് ഐഡിയ 1 മിനിറ്റിൽ കണ്ടു. ജസ്റ്റ് ലിക്വിഡേറ്റ് ചെയ്തു. അവിടെ നിന്ന് 1 മിനിറ്റിൽ തന്നെ സിംഗിൾ ക്യാൻഡിൽ നോക്കി. എൻ്റെ പണ്ടത്തെ ഒരു സെറ്റപ്പാണ്. അതൊക്കെ എടുത്ത് ഞാൻ 4 ഹവറിൻ്റെ ആ ഒരു എൻട്രിയിൽ കയറി പറ്റി സിംഗ് ട്രേഡ് ചെയ്തു. ടാർജറ്റും കിട്ടി. നല്ല ഒരു ടാർജറ്റ് നമുക്ക് കിട്ടി. എനിക്കൊന്നും 10-ാം തീയതി നമ്മൾ എടുത്ത ട്രേഡ് നമുക്ക് ഇന്നലെയാണ് ടാർജറ്റ് കിട്ടിയത്. അപ്പൊ നമുക്ക് നല്ലൊരു ടാർജറ്റ് അവിടെ കിട്ടിയായിരുന്നു. അതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രേഡ്. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം ട്രേഡിങ് ഞാൻ എങ്ങനെയാണ് എപ്പോൾ കിട്ടിയതെന്നൊന്നും പറയണ്ട. പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബുള്ളിഷിൽ പോകുമ്പോൾ ഇവിടെ ബിയറിഷ് ഓബിയിലാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ട്രെൻഡിനനുസരിച്ചാണ് പ്രൈസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് സിംഗിൾ ക്യാൻഡിലും അതിന്റെ താഴെയുള്ള അതിന്റെ യഥാർത്ഥ എൻട്രി ടൈം ഫ്രെയിമിനേക്കാളും താഴെയൊക്കെ പോയി എൻട്രി നോക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ എടുക്കുന്ന കൗണ്ടർ ട്രേഡ് ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു കൺഫർമേഷൻ കിട്ടാതെ എടുക്കരുത് പിള്ളേരെ. ഉള്ള കാര്യം ഞാൻ പറയാം. പല ആൾക്കാരും 50 മിനിറ്റിന്റെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇഷ്ടമാണ് എടുക്കുക വേണ്ടതെന്നുള്ളത്. ചില ആൾക്കാർ എടുത്തില്ല. ചേട്ടാ അത് കിട്ടിയിട്ട് എന്താ വെച്ചാൽ കൗണ്ടർ അല്ലേ, നമ്മുടെ 4 ഹവർ സെറ്റപ്പ് യഥാർത്ഥ കൗണ്ടറാണ്. പിന്നെ പ്രൈസ് വലിയ മൂവ്മെന്റുകളൊന്നും തരുന്നില്ല. അപ്പൊ പിന്നെ ആ ന്യൂസ് സമയത്ത് മാത്രം മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കിടന്ന് മെഴുകിയ ആൾക്കാരുണ്ട്. ഇതേ ഇവിടെ 50 മിനിറ്റിന്റെ സിംഗിൾ ക്യാൻഡിൽ കിട്ടി, സെല്ല് ചെയ്തു, സെൽ അടിച്ചു. വീണ്ടും 50 മിനിറ്റ് സിംഗിൾ ക്യാൻഡിൽ കിട്ടി, പ്രീവിയസ് ലോയുടെ അടുത്തവരെ വീണ്ടും തിരിച്ചു വന്ന് സെൽ അടിച്ചു. അപ്പൊ എടുക്കരുത്, 2 വട്ടം പോയി. ഓക്കെ, ഇനി നമുക്ക് ചോക്ക് വിത്ത് ഐഡിയ, നമുക്ക് 4 ഹവറിൽ 50 മിനിറ്റിന്റെ ചോക്ക് വിത്ത് ഐഡിയ അല്ലെങ്കിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയ നോക്കാം. ഇവിടെ ചോക്ക് തന്നില്ല, ഇവിടെയും ചോക്ക് തന്നില്ല, ഇവിടെയൊന്നും ചോക്ക് തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നിരിക്കുന്ന ചോക്ക്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലിപ്പ് വിത്ത് ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് വിത്ത് ഐഡിയ കിട്ടുമെങ്കിൽ എടുക്കാം. പക്ഷെ ഇത്രയും ഹൈ ആകെയുള്ള ഓർഡർ ബ്ലോക്ക് ഇതാണ്. പ്രീവിയസ് ഹൈ ലിക്വിഡേറ്റ് ചെയ്തു. അപ്പൊ ഇത്രയും ചെറിയ ഹൈ ആണെന്നെങ്കിൽ ഇതൊക്കെ നല്ല സ്ട്രക്ചർ ആണ്. അതൊക്കെ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് വിത്തൗട്ട് ഐഡിയയും നമുക്ക് നോക്കാം. നമ്മൾ വിത്തൗട്ട് ഐഡിയയും വരുമ്പോഴാണ് ടാസ്ക് ഇവിടെ വരുന്നത്. ഓക്കെ, നമ്മളിത് ചോക്കായിട്ടാണ് എടുത്തിരിക്കണമെങ്കിൽ നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് ഒന്നും ഇല്ല അല്ലേ. ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വിത്തൗട്ട് ഐഡിയ ഒന്ന് നോക്കിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കണം അല്ലെ. പ്രൈസ് മേളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് സിംഗിൾ ക്യാൻഡിൽ നോക്കാം. എപ്പോഴും നമ്മളുടെ സേഫസ്റ്റ് ഏരിയ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. മനസ്സിലായോ? എപ്പോഴും സേഫ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഹൈക്ക് മേളിൽ വെക്കുന്നത്. ഇതിന് തൊട്ട് മേളിൽ തുമ്പത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക്, ഇതിന് മേളിലായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കില്ല. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ വെക്കുന്നത്. ഞാൻ എടുത്ത ട്രേഡാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോക്ക് കിട്ടി, നമുക്ക് ആദ്യം സിംഗിൾ ക്യാൻഡിൽ കിട്ടി. അപ്പോൾ ഈ സിംഗിൾ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഹൈ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ട്രേഡ് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കണമല്ലോ നമുക്ക്. അപ്പോഴും നമ്മൾ എടുക്കുന്ന റിസ്ക് കൂടുതലാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് നമുക്ക് ഇനിയുള്ള കൺഫർമേഷൻ ഒന്നും കാണാൻ പറ്റൂല. മനസ്സിലായോ? നമ്മുടെ നിവിൻ പോളി പറയണ പോലെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയണ പോലെ. അപ്പൊ അത് തലക്കടിക്കുന്ന റിസ്കുകൾ എടുക്കാതിരിക്കുക. വലിയ റിസ്കുകൾ എടുക്കുന്ന ഞാനും കുറെ റിസ്ക് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ കുറെ ഒന്നും കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൻഡർ എന്നുള്ള രീതിയിൽ തന്നെ പല ആൾക്കാരും അത് ഫോളോ അപ്പ് ചെയ്യും. അവർക്ക് ലോസ് ഉണ്ടാകും. ഞാൻ അത്രയും ഇപ്പൊ നിങ്ങളെ കാണിക്കുന്ന റിസ്ക് തന്നെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ റിസ്ക് എടുത്ത് അത് ഓക്കെ ആക്കി അതിൽ ഞാൻ കോൺഫിഡൻസിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് SL ആകുമ്പോഴും ബ്രേക്ക് ഇവനൊക്കെ ആകുമ്പോഴുമാണ് കോൺഫിഡൻസിൽ നിൽക്കേണ്ട, അല്ലാതെ തീ പേടിക്കുമ്പോഴല്ല. ആ കോൺഫിഡൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ
പതിയെ പതിയെ എൻ്റെ റിസ്ക് കൂട്ടി 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 കൊണ്ടുവന്ന് വലിയ റിസ്കിലേക്ക് എത്തുന്നത്. അപ്പോൾ അതേപോലെ പോകാൻ നിങ്ങൾക്കുള്ള കൺഫർമേഷനാണെന്ന് നോക്കണ്ട. ഇവിടെ സിംഗിൾ ക്യാൻ നോക്കി അതിൻ്റെ ഹൈ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റ് ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമുക്ക് വിക്ക് ബ്രേക്ക് ആണോ തന്നിരിക്കുന്നത്, ബോഡി ബ്രേക്ക് ആണോ തന്നിരിക്കുന്നത്, വിക്ക് ബ്രേക്ക് ആണ് ലിക്വിഡേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. ആ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അവിടെ തന്നിരിക്കുന്നത് അത് ഇനി ഒരു സിംഗിൾ ക്യാൻഡിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് റിയാക്ഷൻ സിംഗിൾ ക്യാൻഡിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രേഡ് വീണ്ടും ഹോൾഡ് ചെയ്യാം. മനസ്സിലായ? അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50% ഇവിടെ നിങ്ങളൊരു $1000 വെച്ചേക്കണത് ഇവിടം വരെ വന്നപ്പോൾ ഒരു $500, ആ $500 കൂടി കളയണ്ടേ. ഇവിടെ ബോഡി ബ്രേക്കാ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സിംഗിൾ ക്യാൻഡിൽ തന്നില്ലേ, അങ്ങനെ പ്രൈസിൽ മുകളിലേക്കാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബിഗ് ബ്രേക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ആശ്വാസമുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇൻസൈഡ് ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ വാങ്ങുന്നതല്ല ബിയറിഷിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ സമാധാനമായി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി നോക്കണം. ഈ സിംഗിൾ ക്യാൻഡിൽ ഫേക്ക് ആണെന്ന് നോക്കണ്ടേ അല്ലേ. ഈ സിംഗിൾ ക്യാൻഡിൽ കണ്ടാണ് ഇതിലേക്ക് വെച്ചത്. ഈ സിംഗിൾ ക്യാൻഡിലും ഫേക്ക് ആണെന്ന് നോക്കണം. പ്രൈസ് ഇനി കയറി വരുമോ. ഈ സിംഗിൾ ക്യാൻഡിലേക്ക് പ്രൈസ് വന്നു, റിയാക്ട് ചെയ്തു. നമ്മുടെ ഈ ലോ വീക്ക് ബ്രേക്ക് നടത്തി, ബോഡി ബ്രേക്ക് നടത്തി. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യും, വീണ്ടും ലോ ബ്രേക്ക് നടന്നു. അതും ബോഡി ബ്രേക്ക് തന്നെ നടന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ബ്രേക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ ഒരു കൗണ്ടർ ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യായിരുന്നു, സുഖമായിട്ട് ട്രേഡ് എടുക്കാമായിരുന്നു. കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞാൽ 4 hour ഹോബി ആയതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. ഡേ വീക്ക് മന്തൊക്കെ ബിയറിഷാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാം. ഞാൻ GBP/USD സെല്ലും ബൈയും, സെല്ലൊക്കെ ഞാൻ എടുത്ത് നിങ്ങളെ ഈ ആഴ്ച കാണിച്ചതാണ്. ഇവിടെയൊക്കെ നമ്മൾ സെല്ലെടുത്തായിരുന്നു. അതല്ലാതെ നമ്മൾ ഇവിടെ സെല്ലെടുത്തായിരുന്നു. ഈ ട്രേഡ് നിൽക്കുമ്പോൾ ഇവിടെ സെല്ലെടുത്തായിരുന്നു കേട്ടോ. ആ സെല്ലൊക്കെ നല്ല ടാർജറ്റ് പെട്ടപ്പെട്ടെന്നും പറഞ്ഞാൽ കിട്ടിയത്. അപ്പോൾ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക, ഇതേപോലെയുള്ള കൺഫർമേഷൻസ് നോക്കുക, ഒരുപാട് റിസ്ക് വെക്കാതെ നല്ല പ്രോഫിറ്റ് എടുത്ത് എല്ലാ ആഴ്ചയിലും വലിയ വലിയ പ്രോഫിറ്റ് എടുത്ത് വലിയ ലൈഫിൽ വലിയ വലിയ അച്ചീവ്മെന്റുകൾ വേണം ഗോളായിട്ട് വെക്കാനായിട്ട്. ആ അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട്, ആ ഗോളിലേക്ക് എത്താൻ ചെറിയ ചെറിയ ഗോളുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. ആ ഗോളുകളൊക്കെ എല്ലാം അച്ചീവ് ചെയ്തുകൊണ്ട് വേണം വലിയ ഗോളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അതേപോലെ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരിക്കലും വെക്കുന്ന റിസ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും വരരുത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എടുക്കാൻ പറ്റുന്ന റിസ്ക് ഏതാണോ ആ റിസ്കിൽ തന്നെ നിൽക്കുക കേട്ടോ. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മൂഡ് അനുസരിച്ചാണ് വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് എങ്ങനെയാണെങ്കിലും എൻ്റെ ആവശ്യമായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന്. അതുകൊണ്ട് മൂഡിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയും ഇല്ലായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ ആവശ്യം അതായതുകൊണ്ട് ഞാൻ ഊത്തിയിരുന്ന് പിറ്റേ ദിവസം ചിലപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥ വരും. പക്ഷെ ആ 1 ലക്ഷം ഉണ്ടാക്കാൻ ഞാൻ പോകില്ല. എനിക്ക് ഇന്ന് എങ്ങനെയാണ് നടക്കണതെന്ന് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ നാളെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്നൊരു തെറ്റായ രീതിയിൽ ട്രേഡ് ഇട്ടിട്ട് നാളെ അത് എനിക്കൊരിക്കലും ഗുണം ചെയ്യില്ല. എൻ്റെ ഫ്യൂച്ചർ നശിപ്പിക്കുകയുള്ളൂ. അപ്പൊ കറക്റ്റായിട്ടുള്ള രീതിയിൽ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ട്. കഴിഞ്ഞതല്ല, വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ വളർത്താൻ പോകുന്നത്. കഴിഞ്ഞതിനെ കുറിച്ച് ഒരിക്കലും വിഷമിക്കരുത്. അപ്പം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ വീക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന സന്തോഷത്തോടെ ക്ലോസ് ചെയ്യുന്നു. താങ്ക് യു. അപ്പൊ അതേപോലെ നമ്മുടെ FXTMന്റെ റിയൽ അക്കൗണ്ട്, അതും സ്റ്റാൻഡേർഡ് അക്കൗണ്ട് $200 $500 എന്തോ കൊടുക്കണം FXTM ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ. നമ്മളുടെ $200 ചെയ്യാൻ പറ്റും. അത് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ പരമാവധി ഇത് യൂട്യൂബിൽ ഇടുമ്പോൾ അതിന്റെ ലിങ്കും കൂടി ഞാൻ വെച്ചോളാം. ഓക്കെ, താങ്ക് യു.